ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജ് എഴുതുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഡിഗ്രി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് 21 മുതൽ 25 വരെയുള്ള പേപ്പേഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കണ്ണോടിച്ച് പോയിരിക്കണം എന്നുള്ളത്. അതുപോലെ ഏറ്റവും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന്റെ ചോദ്യങ്ങളും ഈ പറയുന്ന പേപ്പറുകളിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് രണ്ടും സ്റ്റിൽ കിട്ടാത്തവരുണ്ട് എങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ പി എസ് സി വേൾഡ് എന്ന് പറയുന്നതിലൂടെ. അതിന്റെ ബോട്ടം ലെഫ്റ്റ് സൈഡിൽ ചാറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, ഇനി ഇത് ഓൾറെഡി കയ്യിലുള്ളവരാണ് എങ്കിൽ നിങ്ങൾ ഇതിന്റെ ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത്രയും പേപ്പേഴ്സ് ഉണ്ടല്ലോ. ഇനി നിങ്ങൾ ഇതിലത്തെ ചോദ്യങ്ങളും അതിന്റെ പാറ്റേണും ഒക്കെ മനസ്സിലാക്കി. ഇനി ഇതല്ലാതെ, അതായത് സെയിം നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസിൽ പറഞ്ഞിട്ടുള്ള പോർഷൻസ് കോണ്ടന്റ് ആയിട്ട് വരുന്ന വേറെയും കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. മെയിൻസ് ലെവലിലൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ ഒറ്റ സിംഗിൾ എക്സാം ആയിട്ട് നടക്കുന്ന ഡിഗ്രി ലെവൽ പാറ്റേണിലൊക്കെ ഉള്ള പേപ്പറുകളുണ്ട്. അപ്പൊ അതിലും ഈ പറയുന്ന സംഭവങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മളുടെ ആ ഒരു നോളജ് കുറച്ചുകൂടി നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പോൾ ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് സധൈര്യം നേരിടാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇലംസ് ലെവലിലുള്ള ചോദ്യങ്ങളുണ്ടാവും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ അധികം പരിചയപ്പെടാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ അധികം ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ചോദ്യങ്ങളും കയ്യിലുണ്ടാവും. സോ ഞാൻ അതാണ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻലി ഈ പറയുന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്, കുറച്ച് സ്പെഷ്യൽ പേപ്പേഴ്സിന്റെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ടഫർ ലെവലിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നല്ല നല്ല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇന്നത്തേൽ കാണുന്നുണ്ട്. ഓക്കെ, സോ മുഴുവനായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഡിസ്കഷൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ ഇനി തുടർന്ന് ഈ പറയുന്ന സെലക്ടഡ് പേപ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാ മേഖലയിലെയും മാക്സിമം ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മലയാളത്തിന്റെ ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി വീഡിയോന്റെ താഴെ. അപ്പോൾ നെക്സ്റ്റ് ഇത് തൊട്ട് നമുക്ക് ഇംഗ്ലീഷിന്റെ ലെവലിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം. കാരണം ഇംഗ്ലീഷിന്റെ ക്വസ്റ്റൻ ആണ് ഒരു ഫൈനൽ ആൻസർ കീയുടെ ഇതിൽ പരിഗണിക്കുക, എന്തെങ്കിലും കോൺഫ്ലിക്ട് വിത്ത് ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? അപ്പോൾ ഇതിൽ നമുക്കറിയാവുന്ന പേരുകളാണ് ആൽബുക്കർക്ക്, വാൻ റീഡ്, ഹോർത്തൂസ് മലബാർക്കസ്, മിക്സഡ് കോളനി സമ്പ്രദായം. അപ്പോൾ ഇതിൽ ബാക്കിയുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു ചോദ്യത്തിൽ നിന്ന്. ഒബ്വിയസ്ലി ഫസ്റ്റ് അൽഫോൺസോ ഡി ആൽബുക്കർക്കാണ് മിക്സഡ് കോളനി സമ്പ്രദായം കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്കറിയാം. കാരണം അദ്ദേഹം പോർച്ചുഗീസ് വൈസ്രോയ്, അതായത് ഈ പറയുന്ന വൈസ്രോയ് ആയി വന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് എന്ത്, ഈ പറയുന്ന മിക്സഡ് കോളനി സിസ്റ്റം. അതുപോലെ തന്നെ പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരനാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് അൽബുക്കർക്കാണ്. അപ്പൊ കുറേയധികം വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട്, അല്ലെ? ഇതൊക്കെ ഞാൻ SCRT ക്ലാസ്സസ് പ്ലസ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്ന ആ ഒരു ബാച്ചിൽ ചോദ്യങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ളതൊക്കെ ഈ പറയുന്ന ഓരോ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ നമുക്ക് ഇനി അപ്കമിംഗ് എക്സാംസിന് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ടെസ്റ്റ് സീരീസിലെ ക്വസ്റ്റൻസ് ഒക്കെ. അപ്പോൾ അത് എൻ്റെ ടെലിഗ്രാം ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ ഇതിനെക്കുറിച്ച് അതിൽ ഫുൾ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്നോട് ചോദിക്കാം. ദെൻ അഡ്മിറൽ വാൻ റീഡ്. വാൻ റീഡ് ആണ് ആക്ച്വലി ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന സംഭവം എഴുതിയത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അദ്ദേഹം ഒരു ഡച്ച് കമാൻഡർ ഓഫ് മലബാർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് മനസ്സിലായി സെക്കൻഡ് വൺ തെറ്റാണ് എന്നുള്ളത്, ഈ ഒരു മാച്ചിങ്. അപ്പോൾ സെക്കൻഡ് വൺ പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ പോയി, ഫസ്റ്റ് വൺ ശരിയാണ് താനും, അപ്പോൾ ഈ ഓപ്ഷനും പോയി. പിന്നെ നമുക്ക് ഇതിൽ ഏതെങ്കിലും ആണെന്നാണ് അറിയേണ്ടത്. പിന്നെ ഹോർത്തൂസ് മലബാർക്കസ് അല്ലാത്തതുകൊണ്ട് തേർഡും അല്ല, നമുക്ക് ഉത്തരം കിട്ടി ഫസ്റ്റ് വൺ ആണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ അലക്സാണ്ടർ ഓം ആരാണ്? ഡോക്ടർ അലക്സാണ്ടർ ഓം ആണ് ആക്ച്വലി ട്രീറ്റി ഓഫ് വേണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അതായത് 1723 ഈ പറയുന്ന രീതിയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യവും തമ്മിൽ ഒരു ഫസ്റ്റ് ഫോമൽ എഗ്രിമെന്റ് ഒപ്പുവെക്കുന്നു. ആരുമായിട്ട്? തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായിട്ടാണ് ട്രീറ്റി ഓഫ് വേണാട് സൈൻ ചെയ്യുന്നത്. ആ സമയത്ത് ഡോക്ടർ അലക്സാണ്ടർ ഓം എന്ന് പറയുന്ന വ്യക്തി അഞ്ചുതെങ്ങ് ഫാക്ടറിയുടെ എന്തായിരുന്നു, ചീഫ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അത് ഇതിൽ നിന്ന് പഠിച്ചില്ലേ. നെക്സ്റ്റ് മാഹെ ലേബർഡോണസ്. മാഹെ ലേബർഡോണസ് ഒരു ഫ്രഞ്ച് അഡ്മിറൽ ആയിരുന്നു കേട്ടോ. അത് അദ്ദേഹത്തിന്റെ പേര് ചിലപ്പോൾ അധികം കേട്ടിട്ടുണ്ടായില്ലായിരിക്കാം. അതായത് 1746 ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് മദ്രാസ് ക്യാപ്ചർ ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഫ്രഞ്ച് അഡ്മിറലാണ് മഹേ ലേബർഡോണസ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇനി പറയുന്ന വാക്യങ്ങളിൽ വായിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക. നോക്കി, ഇങ്ങനെ ഒരു ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം ശരിയായ പ്രസ്താവനയാണോ തെറ്റായതാണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ്, ശരിയായതാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് തെറ്റായത് എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പോൾ ഫസ്റ്റത്തെ നോക്കാം. 1757 പ്ലാസി യുദ്ധത്തിൽ ബംഗാളിൽ തുടങ്ങി ഇന്ത്യൻ പ്രദേശത്തിന്റെ വിപുലീകരണത്തിൽ ബ്രിട്ടീഷുകാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത് ശരിയാണ്. 1757 പ്ലാസി യുദ്ധത്തിലാണ് ഈ പറയുന്ന രീതിയിൽ എന്താണ് ബംഗാൾ പിടിച്ചെടുക്കുന്നതോടുകൂടി അവരുടെ ആ ഒരു വിപുലീകരണ നയം കൂടുതൽ അവരെന്ത് ചെയ്യുന്നു, സുശക്തമാക്കുന്നു. രണ്ടാമത്തെ കാര്യം, ലോർഡ് കോൺവാലിസ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം വിപുലീകരിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന വൃത്താവകാശ നിരോധന നിയമം, അല്ലെ, അങ്ങനെയാണ് പറയാം. അപ്പോൾ ഈ പറയുന്ന ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ടുവന്നത് കോൺവാലിസ് ആണോ? അല്ല, അത് കൊണ്ടുവന്നത് ലോർഡ് ഡെൽഹൌസി ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടി.
അങ്ങനെയാണെങ്കിൽ 2 വരുന്ന എല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഒന്ന് ദേ 2 വരുന്ന ഒരെണ്ണമുണ്ട്, ഇവിടെയുണ്ട്. പിന്നെ ഉള്ളവയെല്ലാം ശരിയാണെന്നുള്ളതാണ് ഒരെണ്ണം. അപ്പോൾ അതും പോയി നമുക്ക് ആൻസർ കിട്ടി. ഇങ്ങനെ നമുക്ക് എലിമിനേഷനിലൂടെ ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, ദെൻ ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നാണ് ചാൾസ് മെറ്റ്കാഫ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇനി ഇത് നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അത് നമ്മുടെ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്ന ഒരു സംഭവമാണ്. എന്താണ് ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ചാൾസ് മെറ്റ്കാഫ്. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നുകൂടെ? ദെൻ ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് വിളിക്കാറുണ്ട്. ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. 1780 ഓക്കെ 1780 കൊൽക്കത്തയിൽ നിന്നാണ് ഇദ്ദേഹം ഇന്ത്യയിലെ ആദ്യ പത്രമായ ബംഗാൾ ഗസറ്റ് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിച്ച പത്രമാണ് ഇത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? നോക്കി, ഹേബിയസ് കോപ്പസ്, അതിന്റെ ആ ഒരു മീനിങ് ലാറ്റിൻ നെയിം ആണ്. അതിന്റെ മീനിങ് എന്താണ്? ടു ഹാവ് ദ ബോഡി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഇവിടെ കൊടുത്തിട്ടുള്ള മാച്ചിങ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വൺ പോകുമ്പോൾ നമുക്കത് ഇത് പോകും, ഇതും പോകും. ഇനി സ്റ്റാമ്പ് ആക്ട് നമുക്ക് അറിയില്ലെന്ന് നോക്കിയോ സ്റ്റാമ്പ് ആക്ടിനെ കുറിച്ച്. ദെൻ ജീൻ ജാക്വസ് റൂസോന്റെയാണ് സോഷ്യൽ കോൺട്രാക്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു മാച്ചിങ്ങും തെറ്റാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതായത് 3യും, അപ്പൊ 3 മാത്രം എന്നുള്ളതും പോയി. അപ്പൊ നമുക്ക് മനസ്സിലായി 2 and 4 കറക്റ്റ് ആയിട്ടുള്ളതാണ്. സ്റ്റാമ്പ് ആക്ട് ജോർജ് ഗ്രാൻവിലി ആയിട്ട് ബന്ധപ്പെട്ടതും ഹാങ്കോ സംഭവം ലീ യുവാൻ ഹങ്ങിന്റെയും ആണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ 1765 എന്താണ് ഒരു ടാക്സ് ബ്രിട്ടീഷ് പാർലമെന്റ് അമേരിക്കൻ കോളനീസിൽ ഇമ്പോസ് ചെയ്യുന്നു. അതാണ് സ്റ്റാമ്പ് ആക്ട് എന്ന് പറയുന്നത്. ഈ പറയുന്ന അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ ആക്ടുകൾ വരുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ നോക്കണം. അത് കൊണ്ടുവരുന്നത് ആക്ച്വലി ഈ ജോർജ് ഗ്രാൻവിലി എന്ന് പറയുന്ന ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ്. ഓക്കെ, അപ്പൊ അതാണ് അതുമായിട്ടുള്ള റിലേഷൻ. ദെൻ ഹാങ്കോ സംഭവം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൈനീസ് റവല്യൂഷന്റെ ആ സമയത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. അതായത് ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യകാലത്തെ ഒരു പ്രധാന സൈനിക നേതാവും 2 തവണ പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളുമാണ് ലീ യുവാൻ ഹങ് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് മേ ബി ഹാങ്കോ ഇൻസിഡന്റ് എന്നതുകൊണ്ട് വേറൊരു ഹാങ്കോ ഇൻസിഡന്റും ഉണ്ട്. ഇത് അദ്ദേഹം ഉൾപ്പെട്ട ഗുചാങ് എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളായിരിക്കും. അപ്പൊ അതൊന്നും നിങ്ങൾ അത്രയും വൈഡ് ആവണ്ട. ജസ്റ്റ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് പേപ്പറിലെ ഹിസ്റ്ററി ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തേത്, യൂറോപ്യന്മാരുടെ കേരളത്തിലെ വരവ് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? ഇപ്പോൾ ഈ ചോദ്യത്തില് തെറ്റായ പ്രസ്താവനയാണ് പറഞ്ഞിട്ടുള്ളത്, അത് ശ്രദ്ധിക്കണം. ആദ്യത്തേത്, കേരളത്തിലെ പോർച്ചുഗീസുകാരുടെ മതനയം ഉദാരവും പ്രബുദ്ധവുമായിരുന്നു. ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. കാരണം പോർച്ചുഗീസുകാരുടെ മതനയം ഒരിക്കലും അങ്ങനെ വലിയ ഉദാരവും അതൊന്നും ആയിരുന്നില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും നമുക്ക് തെറ്റാന്ന് മനസ്സിലായി. നമുക്ക് തെറ്റായതാണ് വേണ്ടത്. അപ്പൊ 1 ഇല്ലാത്ത ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അത് ഡി മാത്രമാണ്. നെക്സ്റ്റ്, 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പോൾ 2 ഒരിക്കലും നമ്മളുടെ ആൻസറിൽ വരരുത്. അങ്ങനെയാണെങ്കിൽ ഈ 2 ഓപ്ഷൻ പോയി, നമുക്ക് ആൻസർ കിട്ടി. 1ഉം 3യുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. നമുക്ക് വേണ്ട ഉത്തരം അതാണ്. ഹൈദരാലിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചു. അല്ലല്ലോ, ഹൈദരാലി ആയിട്ടല്ല, ടിപ്പു സുൽത്താനുമായിട്ടാണ് ഒപ്പുവെക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അതും 1792. ഓക്കെ, തേർഡ് ആംഗ്ലോ മൈസൂർ വാറിന് ശേഷം. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടിയ പാലിയത്തച്ഛനായിരുന്നു കൊച്ചിയിലെ മുഖ്യമന്ത്രി. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിന്റെ പിതാവ് ആരാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതിലെ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എന്ന് പറയുന്നത് സി അച്യുതമേനോന്റെ ആണ്. ഓക്കെ, മലബാർ മാനുവൽ ആരുടെയാണ്? വില്യം ലോഗന്റെ ആണെന്നുള്ളത് നമുക്കറിയാം. ഇതിൽ ഇനി പറഞ്ഞിട്ടുള്ള വി നാഗമയ്യയുടെ ആണ് ആക്ച്വലി തിരുവിതാംകൂർ മാനുവൽ. ഞാൻ ഷോർട്ടായിട്ട് എഴുതാണ്. തിരുവിതാംകൂർ മാനുവൽ എന്ന് പറയുന്നത് വി നാഗമയ്യയുടെയാണ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് തുടക്കത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടാത്തത്? ഞാൻ പ്രത്യേകം പറഞ്ഞു, നമ്മളുടെ എന്താണ് SCERT ടെക്സ്റ്റിൽ ആദ്യം തുടക്കത്തിൽ INCയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഇവരെന്ത് ചെയ്തു? ഇത് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. ഇത് ഡിലീറ്റ് ചെയ്യപ്പെട്ട ക്വസ്റ്റൻ ആണ്. എന്നിരുന്നാലും നോക്കുക, INCയുടെ തുടക്കത്തിൽ അവർ കുറച്ച് പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്, ആവശ്യപ്പെടാത്തത് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഭരണഘടനാപരമായ കുറച്ച് പരിഷ്കാരങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ വിപുലീകരണം എന്ന് പറയുന്നത് അതിലുള്ളതാണ്. അതുപോലെ തന്നെ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രതിനിധികളുടെ എണ്ണം അത് കൂട്ടണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ സൈനിക ചിലവ് കുറയ്ക്കുക എന്നുള്ളതും അവരുടെ ഇതിൽ പറയുന്നതാണ്. സിവിൽ സർവീസ് പരീക്ഷകൾ ലണ്ടനിലും ഇന്ത്യയിലും ഒരേ സമയം നടത്തണം. ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി ഉയർത്തുക എന്നുള്ളതൊക്കെ പ്രധാന ലക്ഷ്യങ്ങളിലുള്ളതായിരുന്നു. അല്ലെ, ദെൻ ഇന്ത്യക്കാർക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആക്ച്വലി പറയുന്നില്ല ആ സമയത്ത്. ഒരു ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഒരു ഇതെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. നമ്മുടെ SCERT ടെക്സ്റ്റിൽ പറയുന്ന ലക്ഷ്യങ്ങളുടെ മേ ബി നിങ്ങൾ ഇതൊന്നും കാണില്ല. അതിൽ വേറെ കുറച്ച്, അതായത് എന്താ പറയാ, ഇന്ത്യയിലെ ദേശീയ ഐക്യം നിലനിർത്തുക, അതായത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദം വളർത്തുക, ജാതിമത പ്രദേശ ചിന്തകൾക്ക് അതീതമായിട്ടൊരു ദേശീയ വികാരം ഉണർത്തുക എന്നുള്ളതൊക്കെയാണ് കാണാൻ സാധിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായ ചേരിചേരാ പ്രസ്ഥാനത്തെ പരിപോഷിപ്പിക്കുന്നതിൽ താഴെ പറയുന്നവയിൽ ഏത് നേതാക്കളാണ് നെഹ്റുവുമായി ബന്ധമില്ലാത്തത്? നമുക്ക് അറിയാവുന്നതാണ്, മാർഷൽ ടിറ്റോയും സുകാർണോയും ഗമാൽ അബ്ദുൽ നാസറും ഒക്കെ നാമിന്റെ ഒരു പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു. ചൗ എൻ ലായും ആണ് ബന്ധമില്ലാത്തത്. അദ്ദേഹം ചൈനീസ് പ്രസിഡന്റ് ആണ്.
ആ സമയത്ത് എന്താ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രസിഡന്റ് ആണ് ചോ എൻലായ്. ബാക്കിയുള്ള അതായത് നാമിന്റെ ഫൗണ്ടിങ് ഫാദേഴ്സ് എന്ന് വിളിക്കാവുന്നവരിൽ പെടുന്നവരാണ് ഇവരൊക്കെ. നെഹ്റു നമുക്കറിയാം. അതുപോലെ തന്നെ ടിറ്റോ, മാർഷൽ ടിറ്റോ, അദ്ദേഹം യുഗോസ്ലേവിയയുടെയാണ് ആ സമയത്ത്, യുഗോസ്ലേവിയയുടെ നേതാവ്. അതുപോലെ ക്വാമി എൻക്രൂമി ഉണ്ട് ഖാനയിലെ. പിന്നെ സുകാർണോ ഇന്തോനേഷ്യയുടെയും ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്തിന്റെയും നേതാക്കളാണ്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെയാണ് അതിന്റെ ഫൗണ്ടിങ് ഫാദേഴ്സ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് നിങ്ങൾ നാമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്ന വിപ്ലവങ്ങൾ അവയുടെ സംഭവത്തിന്റെ ക്രമത്തിൽ ക്രമീകരിക്കുക. തന്നിരിക്കുന്നത് വെച്ചിട്ട് നമുക്ക് വർഷം പറഞ്ഞു പോവാം. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് 1789 ആ ഒരു കാലഘട്ടത്തിലാണ്. 799. ഇതിൽ ഏറ്റവും ഫസ്റ്റ് നടക്കുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1688 സ്പെസിഫിക് ആയിട്ട് പറയുന്നതിനേക്കാളും ഓക്കെ, നമുക്ക് 1688 ആ ഒരു വർഷമായിട്ട് പറയാം. പിന്നെ ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ നടക്കുന്നത് World War II ശേഷമാണ്. 1949. റഷ്യൻ വിപ്ലവം ഫസ്റ്റ് വേൾഡ് വാറിന്റെ ആ ഒരു ടൈമിലൊക്കെ ആയിട്ട് പറയാം കേട്ടോ, 1917. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓർഡറിലാക്കാൻ പ്രശ്നം വരില്ല. പിന്നെ ചൈനീസ് റവല്യൂഷൻ പറയുമ്പോൾ ഒരു സിൻഹായ് റവല്യൂഷൻ പറയുന്നുണ്ട് 1911. അതായത് അവിടുത്തെ കിങ് ഡൈനാസ്റ്റി, ഓക്കെ, കിങ് എന്നതിങ്ങനെ എഴുതാം കേട്ടോ, കിങ് ഡൈനാസ്റ്റിനെ ഓവർത്രോൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റവല്യൂഷൻ നടക്കുന്നുണ്ട് 1911. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ 1949. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓർഡർ എങ്ങനെ വരും? അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരേണ്ടത് നമുക്ക് മനസ്സിലായി ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. ഓപ്ഷൻ 2 ആണ് ഫസ്റ്റ് വരേണ്ടത്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി ഏതാന്നുള്ളത്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ആദ്യം വരണം, ഫ്രഞ്ച് വിപ്ലവം, ദെൻ ഫോർത്ത് റഷ്യൻ വിപ്ലവം, ദെൻ ചൈനീസ് വിപ്ലവം. ഓക്കെ, ഇനി അടുത്ത പേപ്പറിലെ ഹിസ്റ്ററി ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തേത്, അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരിലും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? അത് വിശേഷിപ്പിച്ചത് മറ്റാരുമല്ല, സ്വാമി വിവേകാനന്ദനാണ്. നമുക്കറിയാം കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് വിശേഷിപ്പിച്ചതും അദ്ദേഹമാണ്. പക്ഷേ ഈ വിഡ്ഢികളുടെ പറുദീസ ചിലപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്നില്ല, അപ്പോൾ അതും അദ്ദേഹം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, യുഎസ്എയുടെയും സോവിയറ്റ് യൂണിയന്റെയും താല്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പരാമർശിക്കാൻ 1945 ശീതയുദ്ധം, കോൾഡ് വാർ എന്ന ടേം മുന്നോട്ട് വെച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ജോർജ് ഓർവെൽ ആണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ, ജോർജ് ഓർവെൽ ആണ് ആ ടേം മുന്നോട്ട് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു കോൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഡിഗ്രി ഫിലിംസിന് പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ കോൾഡ് വാർ എന്ന് പറയുന്നത്. അപ്പോൾ പലതിലും റിപ്പീറ്റ് ആയിട്ട് അത് ചോദിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി വേറെ പേപ്പറാണ്, ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട പേപ്പറല്ല, പക്ഷേ കോൾഡ് വാർക്ക് ഇതിലും ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡഫറിൻ പ്രഭുവിന്റെ തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? അതായത് INC എന്ന് പറയുന്നത് ഡഫറിൻ പ്രഭുവിന്റെ ഐഡിയ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞത് ആരാണ്? അത് ലാലാ ലജ്പത് റായ് ആണ്. ദെൻ 19-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖമാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്? ഇത് ആക്ച്വലി ചൈനീസ് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആ റവല്യൂഷൻ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ അതിന്റെ ഓരോ ഇൻസിഡന്റും കംപ്ലീറ്റ് പഠിക്കണം. അതിൽ കൃത്യമായിട്ട് ഈ പോർട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ പോർട്ട് കയ്യിലടക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കാന്റൺ പോർട്ടാണ്. ഓക്കെ, ഇനി ശീതയുദ്ധകാലത്തെ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ നേതൃപരമായ പങ്ക് വഹിച്ചത് ഏതാണ്? നമുക്കറിയാം കോൾഡ് വാർ എന്ന് പറയുന്നത് ആക്ച്വലി അവിടെ ഒരു വാർ നടക്കുന്നില്ല, രണ്ട് ഐഡിയോളജീസ് തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. സോഷ്യലിസം, ക്യാപിറ്റലിസം രണ്ടിനെയും പിന്തുണയ്ക്കുന്ന രണ്ട് രാജ്യങ്ങൾ, അവർ ആ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് രാജ്യങ്ങൾ. ഇതിൽ രണ്ട് ഗ്രൂപ്പിലും പെടാതിരുന്ന രാജ്യങ്ങളിൽ കുറച്ച് രാജ്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് നമ്മുടെ ഇന്ത്യയും പിന്നെ നേരത്തെ കണ്ട നാമുമായിട്ട് നോൺ അലൈൻമെന്റ് മൂവ്മെന്റുമായിട്ട് നമ്മൾ പറഞ്ഞു യുഗോസ്ലേവിയ, ഈജിപ്തിലെയൊക്കെ നേതാക്കളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ശീതയുദ്ധകാലത്ത് ഈ പറയുന്ന സംഭവത്തിൽ വിദേശ നയത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ഒന്ന് താഴെ തന്നിട്ടുള്ളവയിൽ ഇത് തന്നെയാണ്, നാമ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പേപ്പേഴ്സിന്റെ ഹിസ്റ്ററി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഈ പറയുന്ന പേപ്പറുകളിൽ ബാക്കി നമ്മുടെ സബ്ജക്ട്സിലെ നല്ല നല്ല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ സെലക്ടഡ് പേപ്പേഴ്സിന്റെ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത പ്രിലിംസുമായിട്ട് ബന്ധമില്ലാത്ത പേപ്പേഴ്സിൽ ഈ പറയുന്ന കോർ സബ്ജക്ട്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ഓൾമോസ്റ്റ് കയ്യിലുണ്ടാകും ചോദ്യങ്ങൾ. ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കാരണം കൂടുതൽ നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറേ അധികം സമയം വേണ്ടി വരും, നമുക്ക് എല്ലാ ചോദ്യവും കവർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ ഇതുപോലെ തുടർന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലനേഷൻ ഇത്രയൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.